ശ്രീ എ സജീവൻ, കോൺഗ്രസിന്റെ മുഖം വികൃതമാണ് എന്നാണ് പാലോട് രവി പറയുന്നത്. അപ്പോൾ പാലോട് രവി രാജിവെപ്പിച്ചതിലൂടെ കോൺഗ്രസിന്റെ ആ വൈകൃത മുഖം മാറിയോ? പാലോട് രവിയെ രാജിവെപ്പിച്ചതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അബദ്ധം എന്നാണ് പറയുന്നത്. കാരണം പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഇന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് പാലോട് രവി പറഞ്ഞത്. പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം ആരാണോ പുറത്തു വിട്ടിട്ടുള്ളത് അവർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരാളെ എന്തിനാണ് ആ ആൾക്കെതിരെ നടപടിയെടുക്കും എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. KPCC പ്രസിഡന്റിനോട് വേറെ ആരും പറയിപ്പിച്ചല്ലോ. ഈ പാലോട് രവിയുടെ ഈ സംഭാഷണം അത് ഇന്നൊന്നിൽ ഉണ്ടായതല്ല. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തുണ്ടായ സംഭാഷണമാണ്. ആ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ആ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് സണ്ണിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പാലോട് രവിയോട് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ രാജി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ മുമ്പിൽ തെളിവില്ലാത്തൊരു കാര്യമാണ്. പാലോട് രവി രാജിക്കത്ത് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ KC വേണുഗോപാൽ പറയുന്നത് പോലെ അത് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ, അതായത് സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് തോന്നിയിട്ടുള്ള ആ ബോധ്യം KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങാതിരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. പാലോട് രവി തെറ്റൊന്നും ചെയ്തിട്ടില്ല, പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് പുറത്ത് വിട്ടിട്ടുള്ള ആൾക്കെതിരെയാണ് നടപടി ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ വളരെ സങ്കടകരമാണ്. ഒരു പ്രസിഡന്റ് ഒരാൾക്ക് 10-40 സ്ഥാനങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥാനം തന്നെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത നേതാക്കന്മാരാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നൊക്കെ പാലോട് രവി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴും കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ചുരുക്കി കാട്ടുകയാണ്. ഇത് പുല്ലമ്പാറയിൽ മാത്രമുള്ളൊരു പ്രശ്നമായിട്ട് മാറുന്നു. വാമനപുരത്ത് മാത്രമുള്ള പ്രശ്നമായിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷേ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന് പറയില്ലല്ലോ. കാരണം ഈ പറയുന്ന വാമനപുരം ഭാഗം മാത്രമല്ലല്ലോ ഈ കേരളത്തിൽ ഭരിക്കുന്ന ആളുകൾ അവിടെ ഭരണം ഏത് വേണം തീരുമാനിക്കുന്നത്, മൊത്തമായിട്ടുള്ളതാണ്. KPCC പ്രസിഡന്റ് അനിൽകുമാർ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ 10-40 സ്ഥാനങ്ങൾ വഹിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രത്യേക പ്രാദേശിക സ്ഥലത്തിനെക്കുറിച്ചുള്ളതല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന പാലോട് രവി പറഞ്ഞുള്ള കാര്യം വളരെ കൃത്യമാണ്. അദ്ദേഹം പുറത്ത് പരസ്യമായി പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാന്യത. തൻ്റെ സഹപ്രവർത്തകനോട് അവരുടെ ഭാഗത്ത് അവിടെയുണ്ട പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൊത്തമായിട്ട് പാർട്ടിയുടെയും ദുർഗതിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറയുന്ന ഒന്നാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ KPCC പ്രസിഡന്റ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് രാജി കയ്യിൽ കിട്ടിയാൽ പോലും അത് അപ്പം വലിച്ചു കയറുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയുകയാണ് വേണ്ടത്. അത് ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് പാർട്ടിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം. അതിനിപ്പോൾ വളരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ നമുക്ക് സംശയം തോന്നുന്നത് അങ്ങനെ അണികളെ നന്നാക്കാൻ ശ്രമിച്ചതിനാണോ നടപടി, അതോ അദ്ദേഹം ആ ടെലിഫോൺ സംഭാഷണത്തിൽ അടിവരയിടുന്നത് എന്താണ്? CPM ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ഉറപ്പായും LDF എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി സമൂഹത്തിൽ തന്നെ ഉണ്ട്. VD സതീശൻ പറയുന്നത് 100 സീറ്റോടെ UDF അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ ആ സമയത്ത് ഒരു DCC അധ്യക്ഷൻ ഇങ്ങനെ പറഞ്ഞതാകുമോ അപ്പോൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചത് എന്നുള്ള സംശയം നമുക്ക് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. കാരണം ഈ നിലയിൽ പ്രവർത്തകർക്കും അണികൾക്കുമെതിരെ വടിയെടുക്കുന്ന ആദ്യത്തെ ആളല്ലല്ലോ പാലോട് രവി. അവരൊന്നും രാജിവെച്ചിട്ടുമില്ല. അല്ല, പാലോട് രവിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പാലോട് രവി പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ UDF 140 സീറ്റ് നേടുന്നു ആയിരിക്കും, അത് നല്ല കാര്യം. 140 സീറ്റ് നേടി. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ 40 സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് പാലോട് പറയുന്നത്. അത് പറയുമ്പോൾ അത് അങ്ങനെ കിട്ടരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ പോയാൽ വളരെ ദയനീയമായിരിക്കും. മൂന്നാമതും LDF അധികാരത്തിൽ വരും. കോൺഗ്രസിനകത്തുള്ള പല ആളുകളും BJPയിലേക്ക് ചേക്കേറും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് പോയല്ലോ. ഇനിയിപ്പോൾ ശശി തരൂരിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല.
അങ്ങനെയുള്ള കുറേ ആളുകൾ പോകാനായിട്ട് കാലുയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് തെറ്റെന്നുള്ള ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാകും. BJP ഇവിടെ പച്ച പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കോൺഗ്രസ് പാലോട് രവിക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ബോധ്യമായ കാര്യമാണ്. BJPയുടെ 4-5% മാത്രം വോട്ട് ഷെയർ ഓരോ മണ്ഡലത്തിലും ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് വളരെ കൂടിയ വോട്ട് ഷെയറാണ്. വളരെ ശക്തമായിട്ട് അത് 15, 16, 20, 25 പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവർ ജയിച്ചു. നേരത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നേമത്തിൽ ജയിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ വളർച്ച കണ്ട് ഭയക്കുന്ന ഞാൻ കാണുന്ന അങ്ങനെയാണ്. അത് ഉണ്ടാവാതിരിക്കാൻ കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്ന് പറയുന്ന അവസ്ഥയിൽ ഇപ്പോഴതല്ല. ഇപ്പോൾ നമ്മൾ നോക്കും, ഈ ശശി തരൂർ കുറേ കാര്യങ്ങൾ പറയും. അദ്ദേഹം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പ്രവർത്തക സമിതി അംഗമാണ്. ആ പ്രവർത്തക സമിതി അംഗത്തെ തിരുവനന്തപുരത്ത് കാലുകുത്തിക്കില്ല എന്ന് ഇവിടെ മുരളീധരൻ പറഞ്ഞില്ലേ? അതെങ്ങനെയാണ്? പ്രവർത്തക സമിതി അംഗത്തെ കാലുകുത്തിക്കില്ല എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ടി വരും, അതല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ്. രാഹുൽ ഗാന്ധിക്ക് പോലും പറയാൻ പറ്റും, അദ്ദേഹം ഒരു പ്രവർത്തക സമിതി അംഗം മാത്രമാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ ശശി തരൂരിനെ ചോദിച്ച പോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അത് പറയാനുള്ള അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഇത് പാലോട് രവി പരസ്യമല്ലാതെ പറഞ്ഞൊരു കാര്യത്തിന് നടപടിയെടുത്തുവെങ്കിൽ മുരളീധരനെതിരെ നടപടി വേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഈ ശശി തരൂർ ചെയ്ത് ശരിയാണെന്ന് പറയുന്നത്, കാരണം സ്വന്തം പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നടപടി എടുക്കേണ്ടിയിരുന്നു, നടപടിയും എടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കെട്ടി നിൽക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കി തീർക്കുന്നു. പാലോട് രവി പറയുമ്പോൾ അത് പുറത്ത് വിട്ട ആൾക്കാർ, കാരണം സ്വാഭാവികമായ വിമർശനമാണ് പാലോട് രവി നടത്തിയതെന്ന് KPCC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരും LDF. അത് വരുത്താതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞ പ്രശ്നം അവിടെ തീരുമായിരുന്നു. ഇത് വഷളാക്കിയതാരാ? ഇത് വഷളാക്കിയത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും ഒന്നും മിണ്ടാതിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയല്ലേ? ഇത്തരമൊരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ അമിക്കബിളായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേണു പറഞ്ഞുള്ള കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇത് പരിഹരിക്കാൻ ഇത് കത്തിപ്പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു, അതിൽ കുഴപ്പമുള്ളൊരു കാര്യമില്ല, പാർട്ടി നന്നാക്കാൻ പറഞ്ഞാണ്. ഇത് KPCC പ്രസിഡന്റ് പറയാൻ പറ്റുമായിരുന്നു, പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ പാലോട് രവിക്കെതിരെ നടപടിയെടുത്തോടു കൂടിയിട്ട് രംഗം മാറി. പാലോട് രവി രാജിവെച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും പറയാതെ രാജിവെച്ചാൽ രാജി സ്വീകരിക്കാതിരിക്കാമല്ലോ. രാജി സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് പകരം വേറെ ആൾ വെച്ചു, താൽക്കാലികമായാലും ഇല്ലെങ്കിലും ശക്തനെ DCC പ്രസിഡൻ്റാക്കി വെച്ചല്ലോ. അപ്പോൾ അതോട് കൂടിയിട്ട് പാലോട് രവിയുടെ രാജി ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു എന്ന് KPCC ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാർട്ടി ചെന്ന് വിട്ടിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധവും.